ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കാനായിട്ട് നിന്ന് കൊടുക്കണം. നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതമെല്ലാം മാറി വരും. വിമല ഹൃദയ പ്രതിഷ്ഠ ഉണ്ടല്ലോ, അതും ഭയങ്കര പാറാണ്. ഞാൻ കുമ്പസാരിക്കാൻ പോകുമ്പോഴത്തേനും മാതാവിനെയും ഈശോനെയും പിന്നെ വിശുദ്ധന്മാരെയും എല്ലാവരും കൂട്ടുവിളിച്ചാണ് ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നത്. അന്നേരം വചനം നമ്മൾ കഴിയുന്നത്ര നമ്മൾ ഭക്ഷിക്കണം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കത്തി ജ്വലിക്കും നമ്മളിൽ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴല്ലോ നമുക്ക് ഈ പറഞ്ഞാലെ അറിവും ജ്ഞാനവും വിവേകവും ഒക്കെ നമുക്ക് കിട്ടുവേ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുവേ. പിന്നെ ഈശോനെയും മാതാവിനെയും ഒത്തിരി അറിയാൻ പറ്റും. ഒത്തിരി എന്നാണ് ഒത്തിരി ആഴത്തിലറിയാൻ പറ്റുവേ. നമ്മുടെ ഒരു കൂട്ടുകാരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലേ അതേപോലെ മനസ്സിലാക്കാൻ പറ്റുവേ. പിന്നെ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. തെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ശരിയായുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കാനായിട്ട് നിന്ന് കൊടുക്കണം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് ചാടി പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്നും മിണ്ടാതെ നിൽക്കണം. അപ്പം നമ്മുടെ ഇങ്ങനെ പറഞ്ഞു തരും, നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്താൽ നല്ലതാ, അങ്ങനെയൊക്കെ പറഞ്ഞു തരുവേ. പിന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതമെല്ലാം മാറി വരും. നമ്മൾ ഈശോയിലേക്ക് ഒത്തിരി എടുക്കും, മാതാവിലേക്ക് ഒത്തിരി എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഉണ്ടല്ലോ, അതും ഭയങ്കര പാറാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കത്തി ജ്വലിക്കും നമ്മളിൽ. നമ്മൾ ആ പ്രതിഷ്ഠ ചെയ്ത് കഴിയുമ്പോഴത്തേനും പരിശുദ്ധാത്മാവിനെ കൂടുതൽ അറിയാൻ പറ്റും, മാതാവിനെ കൂടുതൽ അറിയാൻ പറ്റും, ഈശോനെ കൂടുതൽ അറിയാൻ പറ്റും. നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാതാവിൻ്റെ വിമല ഹൃദയം വഴിയാണല്ലോ ഈശോയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് മാതാവ് വഴി ഈശോയിലേക്ക് ചെല്ലുന്നത്. അപ്പം മാതാവ് നമ്മൾ ഒത്തിരി കരുതും. ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നൊരു അനുഭവമാണ്. പിന്നെ വചനം നമുക്ക് കൂടുതൽ പഠിക്കണം. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ, നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ. അതേപോലെ പരിശുദ്ധാത്മാവ് ഒത്തിരി ജ്വലിച്ച് വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് ആഹാരം എന്ന് പറയുന്നത് അന്നേരം വചനം നമ്മൾ കഴിയുന്നത്ര നമ്മൾ ഭക്ഷിക്കണം. അങ്ങനെ ഭക്ഷിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കത്തി ജ്വലിക്കും നമ്മളിൽ. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ഉറപ്പായിട്ട് അതിന് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മളല്ലാതെ മറ്റുള്ളവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ സഹായം ചോദിക്കാൻ തെറ്റാന്നല്ല. പക്ഷേ നമ്മൾ മാതാവിനോട് ഈശോയോട് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ സഹായം വേണ്ട. നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ പൊന്നു പോലെ നോക്കും. നമ്മുടെ അപ്പനും അമ്മയും നമുക്കെന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്കൊത്തിരി സങ്കടമാകുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശോയ്ക്കും മാതാവിനും നമ്മുടെ അപ്പനും അമ്മയല്ലേ. അന്നേരം ആ അപ്പനും അമ്മയും ഏറ്റെടുക്കും. അപ്പനും അമ്മയും നമ്മളെ താങ്ങി നിർത്തും. അതൊത്തിരി അനുഭവമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. പിന്നെ ഈ ബൈബിളുണ്ടല്ലോ, ബൈബിളിൻ്റെ മണ്ടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെക്കുമല്ലോ, പുസ്തകമോ അങ്ങനെയൊക്കെ വെക്കുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ എനിക്കൊരു ധ്യാനത്തിന് പോയപ്പോൾ കിട്ടിയൊരു അറിവാണ്. ഒരു ബ്രദർ ഇങ്ങനെ ബൈബിളെടുത്ത് ഈ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് തുണികളുടെ കൂടെ ഇങ്ങനെ മടക്കി വെച്ചിരുന്നു. തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് മാറിയ ഡ്രസ്സൊക്കെ അല്ലേ, പഴയതൊക്കെ അല്ലേ, അപ്പോൾ മുഷിഞ്ഞതല്ലേ, അന്നേരം സ്മെല്ലുണ്ടല്ലോ. then ഈശോ പറയുക, എടാ എന്നെ ഇവിടുന്ന് എടുത്ത് മാറ്റ്, എങ്ങനെയാണ് എനിക്ക് ഇറങ്ങിപ്പോകണമെന്ന് അങ്ങനെയുള്ള രീതിയിൽ ബ്രദറിനിങ്ങനെ മനസ്സിൽ കൊണ്ട്. അന്നേരം ബ്രദർ ഇങ്ങനെ എടുത്ത് അതിന് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇത് മുഷിഞ്ഞ തുണിയുടെയൊക്കെ മണമല്ലേ, അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടല്ലോ ഈശോയാ അത്, അപ്പം ജീവിക്കുന്ന ഈശോയല്ലേ,
അപ്പം എന്നാ എന്നാ പറയുന്നത്, ആ ഈശോനെ നമ്മൾ പൊന്നു പോലെ നോക്കണം. ബൈബിള് അതേപോലെ നമ്മൾ സൂക്ഷിക്കണം. കയ്യിലെടുക്കുമ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് എടുക്കണം. ബൈബിൾ അതേപോലെ നമ്മൾ സൂക്ഷിക്കണം. എപ്പോഴും ഉമ്മ കൊടുക്കുകയും എന്നാ അതിൻ്റെ പുറത്തൊന്നും വെക്കാതെയും എന്നാ കൊന്തയാണേലും എല്ലാം താഴെയൊക്കെ വെച്ച് നല്ല വിശുദ്ധിയുള്ള സ്ഥലത്ത് വെക്കാനായിട്ടൊക്കെ നമ്മൾ നോക്കണേ. അല്ല ഈശോ കരയും, ഉറപ്പാണ്. നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരികയല്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ അപ്പനെ ഇരുന്ന് കരയും. എന്നെ ഇങ്ങനെ മുഷിഞ്ഞൊരു സ്ഥലത്താണല്ലോ എൻ്റെ മകൻ കൊണ്ടിട്ടേക്കുന്നത്, അങ്ങനെയൊക്കെ ഓർക്കും. അപ്പം നമ്മളത് എപ്പോഴും സൂക്ഷിക്കണേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം ഈശോയോട്. പിന്നെ എന്നാ യെശയ്യാ 66-ാം അധ്യായം 2-ാം തിരുവചനം, അതിനകത്ത് ഈശോ പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും ഈശോയുടെ വചനം കേൾക്കുമ്പോഴും ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും. അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമാണോ വരുന്നത്, കരച്ചിലാണോ വരുന്നത്, പിന്നെ വചനം കേൾക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മളെ വിറയ്ക്കും. എൻ്റെ അനുഭവം എന്നാണെന്നറിയാമോ, ഇങ്ങനെ ഞാൻ ധ്യാനമൊക്കെ കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ എന്നാ ഈ വചനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ടോക്ക് കേൾക്കുമല്ലോ ഫോണിനകത്തൊക്കെ. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ അച്ഛന്മാർ, അഭിഷേകമുള്ള അച്ഛന്മാരും ഇങ്ങനെ പവറായിട്ടാണല്ലോ പറയുന്നത്. പവറായിട്ടെന്ന് പറഞ്ഞാൽ അവരിലൊരു തീ ഉണ്ട്, അന്നേരം ആ തീ വചനം പറയുമ്പോഴത്തേനും അങ്ങനെ ശക്തി വിടും. പിന്നെ അത് ഭയങ്കര പവറായിട്ടാണല്ലോ അവർ പറയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ വചനം അടിച്ചങ്ങ് കയറുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് എന്നെ ഒരു പ്രാവശ്യം വിറച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനെന്നിട്ട് കമ്പിളിയൊക്കെ പോച്ചിട്ട് എൻ്റെ വിറയിൽ പോകുന്നില്ല. വിറയെന്ന് പറഞ്ഞാൽ നമുക്ക് പനിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഒരു വേദനയോട് കൂടിയുണ്ട് ഒരു വിറയലുണ്ടല്ലോ, അതായിരുന്നു കുറേ നേരത്തിന്. എനിക്ക് എന്നാ ചെയ്യണമെന്നറിയത്തില്ല. ഈ വചനം കേൾക്കുന്നതോറും ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വചനം കേൾക്കത്തില്ല, എനിക്ക് വചനം വെക്കണ്ട, വചനം കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണെന്നുണ്ട്. അതിനനുസരിച്ച് അന്നേരം പറഞ്ഞു, ഈ ദേഹമൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്ന ഒരിതാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പനിയാണെന്ന് തോന്നുന്നു, ഞാൻ പാരസെറ്റമോൾ എടുത്ത് കഴിക്കാൻ പോകുന്നു. പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിലിങ്ങനെ നിറയും. നമ്മളിങ്ങനെ ഈശോയുടെ വചനം കേൾക്കുമ്പോഴത്തേനും തുള്ളും. അതേപോലെ പവറാണ്. പിന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടിയതുകൊണ്ട് നല്ല അനുദപിച്ച് കുമ്പസാരിക്കാനുള്ള കൃപ കിട്ടി. അനുദപിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കുമ്പസാരിക്കാൻ പോകുമ്പോഴത്തേനും മാതാവിനെയും ഈശോനെയും പിന്നെ വിശുദ്ധന്മാരെയും എല്ലാവരും കൂട്ടുവിളിച്ചാണ് ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നത്. എന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിക്കാൻ പോകുമ്പോൾ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം, ഞാൻ മറന്നു പോകുന്ന ഭാഗങ്ങളും ഒക്കെ എന്നെ ഓർമ്മിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് പാവങ്ങളൊന്നും ഇങ്ങനെ ക്രമമായിട്ട് ഓർക്കുമല്ലോ, അങ്ങനെ ക്രമമായിട്ട് ഓർത്തിട്ടാണ് പോകുന്നത്. പോയി കുമ്പസാരിക്കാനായിട്ട് മുട്ടുവന്ന് നിന്ന് ചിലപ്പോൾ ഞാൻ മറന്നു വന്നുമ്പോഴത്തേനും അച്ഛനിങ്ങനെ പരിഹാരം പറയില്ല. അതിനു മുമ്പ് ഇത് പറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയും, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടെന്നാണ് ഞാനങ്ങനെ പറയും. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. അങ്ങനെ ഈശോ ഇങ്ങനെ ഉള്ളം കൈ കൊണ്ട് നടക്കുക.